റെയിൻ ലില്ലിയിൽ ഏറ്റവും കൂടുതൽ തിങ്ങി നിറഞ്ഞ് പൂക്കളുണ്ടാവാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ 2 റെയിൻ ലില്ലി ഇതുപോലൊരു മതിലിൻ്റെ പുറത്ത് വെച്ചിരുന്നതാണ്. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അതിനെ താഴേക്ക് എടുത്തു വെച്ചിട്ടുണ്ട്. റെയിൻ ലില്ലി ഏറ്റവും കൂടുതൽ തിങ്ങി പോട്ടിനുള്ളിൽ നിറഞ്ഞു വരുമ്പോഴാണ് ഒത്തിരി പൂക്കളുണ്ടാവുന്നത്. പല നിറത്തിലും ഇപ്പോൾ റെയിൻ ലില്ലി അവൈലബിൾ ആണ് കേട്ടോ. റെയിൻ ലില്ലി ഇതുപോലെ പോട്ടിൽ ബുഷായിട്ട് വന്നാൽ മാത്രമേ ആ പ്ലാന്റ് നിറഞ്ഞ് പൂത്ത് നിൽക്കുള്ളൂ. പിന്നെ അടുത്തതായിട്ട് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മെച്ചറായിട്ടുള്ള ബൾബ് മാത്രമായിരിക്കും ഫ്ലവർ തരുന്നത്. അതായത് നമ്മൾ മെച്ചറല്ലാത്ത ബൾബാണ് നട്ടിട്ടുള്ളതെങ്കിൽ 1 ഇയറെങ്കിലും ഏകദേശം ഒരു ടൈം പീരീഡ് ഉണ്ട്. അതിനിടയ്ക്ക് ഉള്ള ബൾബാണെങ്കിൽ അത് ഫ്ലവർ ചെയ്യില്ല കേട്ടോ. ഏകദേശം 1 ഇയറെങ്കിലും മെച്ചറായ ബൾബ് മാത്രമാണ് നമുക്ക് ഫ്ലവേഴ്സ് തരുന്നത്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ റെയിൻ ലില്ലി പേര് പോലെ തന്നെ നമുക്ക് മഴയത്താണ് ഒത്തിരി പൂക്കൾ തരുന്നത്. ഷെയ്ഡിലൊക്കെയാണ് നമ്മുടെ പ്ലാന്റ്സ് ഇരിക്കുന്നത്, മഴവെള്ളം ഡയറക്റ്റായിട്ട് വീഴുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, കുറച്ച് മഴവെള്ളം പിടിച്ചിട്ട് പോട്ടിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഏറ്റവും നല്ല ഫെർട്ടിലൈസറാണ് നമ്മുടെ റെയിൻ ലില്ലിക്ക് മഴവെള്ളം എന്ന് പറയുന്നത്. മഴയത്താണ് ഈ ഒരു പ്ലാന്റ് ആർത്തുലഞ്ഞ് പൂത്തു വരുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ കൊടുക്കുന്ന വളങ്ങളുടെ കാര്യമാണ് കേട്ടോ. നൈട്രജൻ കൂടുതലായിട്ടുള്ള വളങ്ങളാണ് നമ്മൾ റെയിൻ ലില്ലിക്ക് കൊടുക്കുന്നതെങ്കിൽ ഒത്തിരി ലീവ്സ് ആയിരിക്കും ഉണ്ടാകുന്നത്. അതുകൊണ്ട് കൂടുതലും പൊട്ടാസ്യം, ഫോസ്ഫറസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള വളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഒത്തിരി ഫ്ലവർ ഉണ്ടാവുകയെ. നമ്മൾ രാസവളങ്ങളാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ NPKയും DAP ഒക്കെ കൊടുക്കാം കേട്ടോ. ജൈവവളമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എല്ലുപൊടിയും പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ബനാന പീലൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒഴിച്ചു കൊടുക്കാവേ. ഏറ്റവും നല്ല ഫെർട്ടിലൈസറാണ് നമ്മുടെ മഴവെള്ളം എന്ന് പറയുന്നത്. പിന്നെ നന്നായിട്ട് വളക്കൂറുള്ള മണ്ണാണെങ്കിൽ ഇതിൻ്റെ ഒന്നിൻ്റെയും ആവശ്യം ഇല്ല കേട്ടോ. അതാണ് റെയിൻ ലില്ലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മഴ സമയത്താണ് ഏറ്റവും കൂടുതൽ ഫ്ലവർ ഉണ്ടാവുന്നത് കേട്ടോ. പിന്നെ ഈ പറഞ്ഞ കൂട്ടിന് ബൾബിൻ്റെ കാര്യവും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. 1 ഇയറിന് താഴെയുള്ള മെച്ചറല്ലാത്ത ബൾബ്സ് ആണെങ്കിൽ അതിൽ ഫ്ലവർ ഫോം ചെയ്യില്ല കേട്ടോ. എത്ര വാടി തളർന്നിങ്ങനെ കിടന്നു കഴിഞ്ഞാലും വേനലിലൊക്കെ നല്ല ഇങ്ങനെ ശോഷിച്ച് ഇങ്ങനെ പ്ലാന്റ് ഇപ്പോൾ പോകുമെന്ന് പറഞ്ഞ് നിന്നാലും പേടിക്കേണ്ട. ഇതുപോലെ മഴ വരുമ്പോൾ തിരിച്ച് കയറി വന്നോളും, ഒരു പ്രശ്നവുമില്ല, ഒത്തിരി ഫ്ലവർ ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ബൾബ് വന്നിട്ട് നമ്മുടെ സവാളയുടെയൊക്കെ ചെറിയൊരു വെർഷനാണ്. അതിൻ്റെ ബൾബ് എടുത്തിട്ടാണ് നമ്മളിതിൻ്റെ പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത്. അല്ലാണ്ട് ഇത് ഒടിച്ചു കുത്താനൊന്നും പറ്റുന്നതല്ല കേട്ടോ. അതിന് ഉള്ളിലൊരു ഇതുണ്ട്, ഉള്ളിയുടെ സൈസിനൊരു സംഭവമുണ്ട്, അതാണ് നമ്മൾ നട്ടിട്ട് പൊടിപ്പിക്കുന്നത്. ഒത്തിരി കളർ ഷെയ്ഡൊക്കെ ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൽ ടൈഗർ എന്തോ വെറൈറ്റി ഉണ്ട്, ടൈഗറിൻ്റെയൊക്കെ എന്തൊക്കെയോ വെറൈറ്റീസൊക്കെ ഈ ഒരു പ്ലാന്റിനുണ്ട്. അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട് കേട്ടോ. 650ക്കൊക്കെ മുകളിലാണ് അതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത്. ഡിസൈൻസൊക്കെ വരുന്ന ടൈപ്പുകളൊക്കെ ഒരുപാടുണ്ട്, ഞാൻ ഒത്തിരി കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ എൻ്റെ ഇത് 2 കളറാണ് ഉള്ളത്. എനിക്ക് മഞ്ഞ വേണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. മഞ്ഞ എൻ്റെ ഉണ്ടായിരുന്നതാണ്, പക്ഷേ ഇതെങ്ങോട്ട് പോകുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ ആ പ്ലാന്റ്.